സെക്കൻഡ് മോഡ്യൂളിൽ നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ബാക്കി ഫാബ്രിക്കേഷൻ ടെക്നോളജീസ് പഠിച്ചു. ദെൻ കമ്പോണന്റ് ഫാബ്രിക്കേഷൻസ് അല്ലെ, ആ ടെക്നോളജീസ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ബേസിക് സർക്യൂട്ട് കമ്പോണൻസ്, അതിൽ റെസിസ്റ്റേഴ്സ്, കപ്പാസിറ്റേഴ്സ്, ഡയോഡ്, ട്രാൻസിസ്റ്റേഴ്സിൽ BJT, മോസ്ഫെറ്റ്. അപ്പോൾ ഇത്രയും ഫാബ്രിക്കേഷന്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നൗ ലാസ്റ്റ് ടോപ്പിക് സിമോസ് ടെക്നോളജിയാണ്. സിമോസ് ടെക്നോളജിയിൽ അതിലുള്ള ഒരു പ്രോസസ് എൻവൽ സിമോസ് ഫാബ്രിക്കേഷൻ പ്രോസസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇത് എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് എക്സാമിന് മിക്കവാറും ചോദിച്ചിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് നിങ്ങളുടെ ഫസ്റ്റ് പാർട്ടിൽ ഒരു 10 മാർക്സിനൊക്കെ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് പാർട്ട് എയിൽ. സിമോസ് IC ഫാബ്രിക്കേഷൻ സീക്വൻസ് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നിങ്ങളിപ്പം പഠിച്ച കുറേ കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏകദേശം ഒന്നൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് ദിസ് സിമോസ് ടെക്നോളജി? എന്തായിരുന്നു ഈ സിമോസ് ടെക്നോളജി എന്ന് ഓർമ്മയുണ്ടോ? പഠിച്ചിട്ടുണ്ട് നിങ്ങൾ? സിമോസ് ടെക്നോളജി എന്താന്ന് ഓർക്കുന്നുണ്ടോ? അല്ല, എവിടെയാ പഠിച്ചതെന്ന് ഓർക്കുന്നുണ്ടോ? സിമോസ് ടെക്നോളജി എന്നല്ലെങ്കിൽ നിങ്ങൾ സിമോസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ടേം ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സിൽ നിങ്ങൾ എവിടെയാണ് കേട്ടിട്ടുള്ളത്? ഈ സിമോസ് വെച്ചിട്ടുള്ള ഏതെങ്കിലും സർക്യൂട്ട് പഠിച്ചതായിട്ട് ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? TTLന്റെ കൂടെ കേട്ടതാ സിമോസ് അല്ലേ? അപ്പൊ ഏതിന്റെ കൂടെ ആയിരുന്നു? TTL ഒക്കെ എന്താ വരുന്നത്? TTLന്റെ കൂടെ നിങ്ങൾ കേട്ടൊരു ടേമാണ് സിമോസ്. അതൊക്കെ എന്തായിരുന്നു? TTL, സിമോസ്, ECL, ഇതൊക്കെ എന്തായിരുന്നു? ഡിഫറെന്റ് ലോജിക് ഫാമിലീസ് ആയിരുന്നു അല്ലേ? അതായത് TTL നിങ്ങൾക്ക് അറിയാം, നമ്മുടെ ഗേറ്റ്സ് അല്ലെങ്കിൽ സർക്യൂട്ട്സ് ഫോം ചെയ്യുന്നത് ട്രാൻസിസ്റ്റർ ലോജിക് ആണ്. സോ ആ ട്രാൻസിസ്റ്റേഴ്സ്, അതായത് BJTs ആണ്. BJT യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തത്, നിങ്ങൾ ആ ബേസിക് ഗേറ്റ്സ് അല്ലെ, ഡിജിറ്റൽ സർക്യൂട്ട്സിലുള്ള ബേസിക് ഗേറ്റ്സ് ഒക്കെ അത് വെച്ചിട്ടാണ് ഫാബ്രിക്കേറ്റ് ചെയ്തിരുന്നത്, ഡിസൈൻ ചെയ്യുന്നത്. അതുപോലെ സിമോസിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, മോസ് വെച്ചിട്ട് അല്ലെ. സിമോസ് എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? കോംപ്ലിമെന്ററി മോസ്. ഓക്കെ, അപ്പൊ അതിലെന്താ, ഒരു സിമോസിൽ നിങ്ങൾ സിമോസ് വെച്ചിട്ടുള്ള ബേസിക് ആയിട്ട് നോട്ട് ഗേറ്റ്, നാൻ ഗേറ്റ്, നോർ ഗേറ്റ്, ഇതൊക്കെ നിങ്ങൾ S3 പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ സിമോസിന്റെ ഏകദേശം ഒരു ഇൻവെർട്ടറിന്റെതെങ്കിലും നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടോ? എന്തായിരുന്നു സിമോസ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ PMOS ഉണ്ടെന്ന് പറഞ്ഞു, NMOS ഉണ്ടെന്ന് പറഞ്ഞു. വാട്ട് ഈസ് ദിസ് സിമോസ്, കോംപ്ലിമെന്ററി മോസ്? എന്തായിരുന്നു? ഓർക്കുന്നില്ല? ആർക്കും ഓർമ്മയില്ലേ? സിമോസ് എന്ന് പറഞ്ഞാൽ കോംപ്ലിമെന്ററി മോസ്ഫെറ്റ് എന്ന് പറഞ്ഞാൽ എ സിംഗിൾ സർക്യൂട്ട് കൺസിസ്റ്റ് ഓഫ് ബോത്ത് PMOS ആൻഡ് NMOS അല്ലെ? രണ്ടും ഉണ്ടാവും. ഒരു സിംഗിൾ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ കേസിൽ നമുക്ക് PMOS മാത്രം വെച്ചിട്ട് അല്ലെങ്കിൽ NMOS മാത്രം വെച്ചിട്ട് സർക്യൂട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇറ്റ് ഈസ് പോസിബിൾ. ഓക്കെ, ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ്, ഇൻ കോംപ്ലിമെന്ററി മോസ്ഫെറ്റ് വി ആർ യൂസിങ് ബോത്ത് ദ ട്രാൻസിസ്റ്റേഴ്സ്. ഓക്കെ, സോ ഇൻ സിമോസ് ടെക്നോളജിയിൽ 2 ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ സിമോസിന്റെ കൂടുതൽ കാര്യങ്ങൾ ഇപ്പൊ പറയുന്നില്ല, നമുക്ക് ഇനി തേർഡ് മോഡ്യൂളിൽ സിമോസിൻ്റെതാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ അവിടെ നമുക്ക് അതിന്റെ കുറെ കാര്യങ്ങൾ പറയാം. ഇപ്പൊ ജസ്റ്റ് ഇത് മാത്രം നിങ്ങൾ ഓർക്ക്. സിമോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദർ വിൽ ബി എ പെയർ ഓഫ് PMOS ആൻഡ് NMOS. ഓക്കെ, ഒരു സിംഗിൾ ഫംഗ്ഷനിൽ നമുക്ക് ഒരു പെയർ ഓഫ് PMOS ആൻഡ് NMOS ഉണ്ടാവും. ദാറ്റ് ഈസ് കോൾഡ് സിമോസ്, കോംപ്ലിമെന്ററി മോസ്ഫെറ്റ്. അപ്പൊ കോംപ്ലിമെന്ററി എന്ന് പറഞ്ഞാൽ അതിനകത്ത് രണ്ടും ഉണ്ട്, PMOS ഉണ്ട്, NMOS ഉണ്ട്. അത് രണ്ടും കൂടി ആയാലും നമ്മുടെ അത് വെച്ച് ആ രണ്ടും കൂടെയുള്ള കോമ്പിനേഷൻ വെച്ചിട്ട്, PMOSന്റെ NMOSന്റെ ഒരു കോമ്പിനേഷൻ വെച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ബാക്കിയുള്ള സർക്യൂട്ട്സ് എല്ലാം ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഇത് മാത്രം ഓർത്തോ, നമുക്ക് നെക്സ്റ്റ് മോഡ്യൂളിൽ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് പഠിക്കാനുണ്ട്, അന്നേരം നോക്കാം. ഓക്കെ, സോ ഇൻ സിമോസ് ടെക്നോളജി, ഇറ്റ് ഇസ് ദ ലീഡിംഗ് VLSI ടെക്നോളജി, വൺ ഓഫ് ദ ലീഡിംഗ് VLSI ടെക്നോളജി. ഇറ്റ് പ്രൊവൈഡ്സ് ലോ പവർ സ്റ്റാറ്റിക് സർക്യൂട്ട് ടെക്നോളജി. ഇപ്പൊ സിമോസിന്റെ ഈ ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾ എപ്പോഴും ഓർക്കണം. നമ്മുടെ ലോജിക് ഫാമിലീസ് കമ്പയർ ചെയ്യുമ്പോൾ പഠിച്ചിട്ടുണ്ട്, ലോവസ്റ്റ് പവർ ഡിസിപ്പേഷൻ ഈസ് ടെക്നോളജി. ഓക്കെ,
അതെപ്പോഴും അത് നിങ്ങളിപ്പോൾ ഇനിയിപ്പോൾ കോംപ്രിഹെൻസീവ് വരുമ്പോഴൊക്കെ ഓർക്കണം കേട്ടോ. ചിലപ്പോൾ അതുപോലൊക്കെ വൺ വേർഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ സ്മോളസ്റ്റ് പവർ ഡിസിപ്പേഷനുള്ള ലോജിക് ഫാമിലി ഏതാന്നുള്ള കാര്യം. ദാറ്റ് ഈസ് CMOS. ഓക്കെ, ദാറ്റ് ഇസ് ദ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് ദി CMOS ടെക്നോളജി. സോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ നമുക്ക് ഒരു PMOSും NMOSും, നിങ്ങളിപ്പോൾ നേരത്തെ നമ്മൾ മോസ്ഫെറ്റിന്റെ ഫാബ്രിക്കേഷനിൽ ഒരു NMOS ഫാബ്രിക്കേഷൻ ഇന്നലെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു സെയിം ടൈം, അതായത് ഒരു കമ്പോണന്റ് ആയിട്ട് നമ്മൾ സിംഗിൾ PMOS അല്ല, CMOSൽ എപ്പോഴും ഒരു പെയർ ഓഫ് PMOS ആൻഡ് NMOS യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഒരു CMOS എങ്ങനെയാണ് ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ദ CMOS ടെക്നോളജി. അതിന് ഡിഫറെന്റ് ടെക്നിക്സ് ഉണ്ട്. NWEL പ്രോസസ്, PWEL പ്രോസസ്, ട്വിൻ-ടബ് പ്രോസസ്, സിലിക്കൺ ഓൺ ഇൻസുലേറ്റർ പ്രോസസ്, ഇതൊക്കെ നമ്മുടെ CMOS ടെക്നോളജി യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് പ്രോസസ്. ഓക്കെ, അതായത് ഈ എല്ലാ ടെക്നിക്ക് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വി ക്യാൻ ഫാബ്രിക്കേറ്റ് CMOS ഓൺ ദ സിലിക്കൺ വേഫർ. ഓക്കെ, ഇതില് നിങ്ങൾക്ക് അത്ര ഡെപ്തിലൊന്നും പഠിക്കാനില്ല, ഒരേ ഒരു പ്രോസസ്സ് മാത്രമേ പഠിക്കാനുള്ളൂ, NWEL പ്രോസസ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഞാൻ ബാക്കിയുള്ളതിനെ പറ്റി പറയുന്നില്ല. NWEL പഠിച്ചാൽ ഓട്ടോമാറ്റിക്കലി PWEL എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ അതൊന്നും നോക്കണ്ട, നമ്മുടെ സിലബസിൽ കറക്റ്റ് ആയിട്ട് NWEL CMOS IC ഫാബ്രിക്കേഷൻ സീക്വൻസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ആ NWEL പ്രോസസ് മാത്രം ഫോക്കസ് ചെയ്യാം. ഓക്കെ, സോ NWEL CMOS IC ഫാബ്രിക്കേഷൻ സീക്വൻസ്, ഇതാണ് നിങ്ങളുടെ സിലബസിലുള്ള ടോപ്പിക്. ഹിയർ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ എ CMOS കൺസിസ്റ്റ് ഓഫ് ബോത്ത് PMOS ആൻഡ് NMOS. ഓക്കെ, സോ നമുക്ക് ഒരു CMOS ഫാബ്രിക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് നമുക്ക് ഒരു PMOSും ഒരു NMOSും വേണം. ഓക്കെ, ഇൻ NWEL പ്രോസസ് N devices are formed in P substrate. ഓക്കെ, ബൈ സ്യൂട്ടബിൾ മാസ്കിംഗ് ആൻഡ് ഡിഫ്യൂഷൻ. സോ നമുക്ക് ഒരു PMOS വേണം, അതേപോലെ എന്ത് വേണം എന്ന് പറഞ്ഞു, NMOS വേണം. ഇത് രണ്ടും കൂടെ ആയിക്കഴിഞ്ഞാലേ നമുക്ക് എന്താവുള്ളൂ, ഒരു CMOS കിട്ടുള്ളൂ. സോ ഇവിടെ നമ്മൾ PMOS NWEL പ്രോസസ്സിൽ, ഓർക്കണേ ആ നെയിം ഓർക്കുക, NWEL പ്രോസസ്സിൽ N devices are formed in P substrate. ഓക്കെ, അപ്പോൾ 2-3 പോയിന്റ്സ് ഓർക്കുക. ഇവിടെ NWEL പ്രോസസ്സിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നത് എന്താണ്, P ടൈപ്പ് സബ്സ്ട്രേറ്റ് ആണ് ഇനീഷ്യൽ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ NWEL പ്രോസസ്സിൽ അവർ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ഇസ് P ടൈപ്പ് സബ്സ്ട്രേറ്റ് ആൻഡ് N devices are formed in the P type substrate. N device എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു NMOS. സോ ഈ NMOS എവിടെ ഫോം ചെയ്യും, ഇൻ P type substrate. ഓക്കെ, നൗ എ ഡീപ് N well is diffused into the substrate. നമ്മൾ ഒരു N well ക്രിയേറ്റ് ചെയ്യും. വെൽ എന്ന് പറഞ്ഞാൽ ആ വേർഡ് മീനിങ് തന്നെ നിങ്ങൾ ആലോചിച്ചാൽ മതി. സോ വി ആർ ക്രിയേറ്റിംഗ് എ വെൽ ലൈക്ക് സ്ട്രക്ചർ, ദാറ്റ് വിൽ ബി N type. ഓക്കെ, സോ ഒരു N type വെല്ല് ക്രിയേറ്റ് ചെയ്തിട്ട് ആ N type വെല്ലിനകത്താണ് എന്ത് ചെയ്യുന്നത്, P ഡിവൈസസ് ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം ഓർക്കുക, ഫോർ എൻ NWEL പ്രോസസ് അവർ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ വിൽ ബി എ P type substrate. ഓക്കെ, ആൻഡ് N devices are fabricated in the P substrate, and in order to fabricate P type device, that is PMOS, we have to create an NWEL. NWEL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു വെൽ ലൈക്ക് സ്ട്രക്ചർ. ഓക്കെ, സോ ഡിഫ്യൂസ്ഡ് വിത്ത് this N type impurities. ഓക്കെ, സോ നമുക്കത് എന്താ എങ്ങനെയാന്നുള്ളത് നിങ്ങൾക്ക് ആ പ്രോസസ്സ് കഴിയുമ്പം ഒന്നുകൂടെ മനസ്സിലാവും. ഇതൊക്കെയാണ് അതിന്റെ ഫാബ്രിക്കേഷൻ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഫ്ലോ ചാർട്ടും നമുക്ക് ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യുമ്പോൾ നോക്കാം. അപ്പൊ നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കുന്നതായിരിക്കും ഒന്നുകൂടെ കൺസെപ്റ്റ് മനസ്സിലാവുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഇത് CMOS ഫാബ്രിക്കേഷൻ സീക്വൻസ് ആണ്. CMOS ഫാബ്രിക്കേഷൻ സീക്വൻസ്, അതിലുള്ള ഡിഫറെന്റ് സ്റ്റെപ്സ് ആണ്. ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ സ്റ്റെപ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾ നോക്കുക ഫസ്റ്റ്. സോ NWEL പ്രോസസ് ആണ്. സോ NWEL CMOS ഫാബ്രിക്കേഷൻ സീക്വൻസ്. ഓക്കെ, സോ ഇൻ ദിസ് ഞാൻ നേരത്തെ പറഞ്ഞു, ഇൻ എൻ NWEL പ്രോസസ് സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ വിൽ ബി എ P type substrate. Okay, so we are taking a P type substrate. Now first process is oxidation. Okay, so on the P type substrate we are forming a layer of silicon dioxide layer by the process oxidation. So oxidation നിങ്ങൾക്ക് അറിയാലോ, wet oxidation, dry oxidation ഒക്കെ പഠിച്ചിട്ടുണ്ട്. So using the process of oxidation we are creating an SiO2 layer upon the P type substrate. Okay, സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് നോക്കിക്കോ. നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഈ ഫാബ്രിക്കേഷൻ സീക്വൻസിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫോർമേഷൻ ഓഫ് NWEL ആണ്.
ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് ഓർത്തോ കേട്ടോ. സോ ഒരു എൻവെൽ ക്രിയേറ്റ് ചെയ്യാനാണ് ഫസ്റ്റ് ചെയ്യുന്നത്. So for that, first we are oxidizing the silicon wafer. So envelope process ആയതുകൊണ്ട് our starting material is P substrate and we are coating it with the oxide layer by the process of oxidation. Diagram വരച്ചെടുക്കണേ, ഞാൻ പറയുന്നതിന്റെ കൂടെ തന്നെ. Okay, so P type substrate is coated with the SiO2 layer by using the process oxidation. Now നമുക്ക് വേണ്ടത് envel ക്രിയേറ്റ് ചെയ്യലാണ്. Okay, അപ്പോൾ ഒരു പെർട്ടിക്കുലർ റീജിയനിൽ we have to create a well-like structure. Okay, സോ ആ വെൽ ലൈക്ക് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ഒരു പെർട്ടിക്കുലർ റീജിയൻ സെലക്ട് ചെയ്യണം. ദെൻ അതിൽ എൻ ടൈപ്പ് ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്യണം. ഓക്കെ, സോ ഫോർ ദാറ്റ് വി ഹാവ് ടു യൂസ് ഫോട്ടോലിത്തോഗ്രഫി, എച്ചിങ്, ഡിഫ്യൂഷൻ. മനസ്സിലായോ? എൻവെൽ പ്രോസസ് ചെയ്യണമെങ്കിൽ നമുക്ക് വി ഹാവ് ടു ക്രിയേറ്റ് എ വെൽ ലൈക്ക് സ്ട്രക്ചർ ഇൻ ദ സബ്സ്ട്രേറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ സബ്സ്ട്രേറ്റ് തന്നെയാണ് പി ടൈപ്പ് സബ്സ്ട്രേറ്റ് ആണ്, അതിലാണ് എൻമോസ് ഫാബ്രിക്കേറ്റ് ചെയ്യാൻ പോകുന്നത്. ബട്ട് പിമോസ് ഫാബ്രിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു എൻ ടൈപ്പ് റീജിയൻ വേണം. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ എൻ വെൽ. സോ എൻ ടൈപ്പ് വെൽ ലൈക്ക് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യണം. ഫോർ ദാറ്റ് വി ആർ സെലക്ടിങ് എ റീജിയൻ. സോ ഫോർ ദാറ്റ് വി ഹാവ് ടു സെലക്ട് എ റീജിയൻ by lithography and create an opening by etching, and by diffusion we have to add the impurities for doping. Okay, so upon second step is upon the silicon dioxide layer we are applying photoresist. So next നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ടുള്ള പാറ്റേണിംഗ് ആണ്. ആ എൻവെൽ ക്രിയേറ്റ് ചെയ്യാൻ പാറ്റേണിംഗ് ചെയ്യാൻ വേണ്ടി we are coating with the photoresist layer. Okay, then photoresist layer is coated on the silicon dioxide and using a mask. So ആ മാസ്ക് ഏത് രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളതായിരിക്കും? That mask is to create the envel. ഓക്കെ, അപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ഇതേപോലൊരു മാസ്ക്, എൻവെലിന് കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ മാത്രം എന്ത് ചെയ്യുന്നുണ്ടാവും, ലൈറ്റിന് ഒന്നെങ്കിൽ നമുക്ക് പാസ് ചെയ്യാം, അല്ലെങ്കിൽ അത് റെസിസ്റ്റ് കോട്ട് ചെയ്ത റെസിസ്റ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഒന്നെങ്കിൽ കവർ ചെയ്യാം അല്ലെങ്കിൽ ട്രാൻസ്പാരന്റ് ആയിട്ട് വെക്കാം. ഓക്കെ, സോ വി ഹാവ് ടു ക്രിയേറ്റ് എ മാസ്ക് ആൻഡ് യൂസിങ് ദാറ്റ് മാസ്ക് വി ആർ exposing this to a UV light. Okay, so ultraviolet light expose ചെയ്യും. Then exposed regions എന്താവും, സോഫ്റ്റ് ആവും. ഓക്കെ, എക്സ്പോസ്ഡ് റീജിയൻ സോഫ്റ്റ് ആവും. ദെൻ ആ റീജിയനിലുള്ള ഫോട്ടോ റെസിസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, വി ക്യാൻ റിമൂവ് ഈസിലി ബൈ ദ പ്രോസസ് ഓഫ് എച്ചിങ്. വി ആർ റിമൂവിങ് ദ ഫോട്ടോ റെസിസ്റ്റ് ലെയർ. ഓക്കെ, സോ സ്ട്രിപ്പ് ഓഫ് ദ എക്സ്പോസ്ഡ് ഫോട്ടോ റെസിസ്റ്റ് യൂസിങ് ഓർഗാനിക് സോൾവെന്റ്സ്. ദറ്റ് ഈസ് നമ്മുടെ മെറ്റീരിയൽസ് ഒക്കെ കറസ്പോണ്ടിങ് ആയിട്ട് ഡ്രൈ എച്ചിങ് ഓർ വെറ്റ് എച്ചിങ്, ഏതെങ്കിലും ഒരു എച്ചിങ് ടെക്നിക്ക് വെച്ചിട്ട് എന്ത് ചെയ്യും, ദറ്റ് എക്സ്പോസ്ഡ് റീജിയനിലുള്ള ഫോട്ടോ റെസിസ്റ്റ് റിമൂവ് ചെയ്യും. ഓക്കെ, ഡയഗ്രാം വരക്കുന്നില്ലേ? Okay, next step is etch the uncovered oxide. So നമ്മൾ ഈ ഒരു സ്റ്റെപ്പില് വി ആർ റിമൂവിങ് ദ ഫോട്ടോ റെസിസ്റ്റ്. കാരണം ഈ ഫോട്ടോ റെസിസ്റ്റിന്റെ മെറ്റീരിയൽ വേറെയാണ്, സിലിക്കൺ ഡയോക്സൈഡ് വേറെയാണല്ലേ. സോ ഇവിടെ ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ഫോട്ടോ റെസിസ്റ്റ് ലെയർ റിമൂവ് ചെയ്തു. നൗ എന്ത് ചെയ്യണം, ഇവിടെ നമ്മുടെ ഈ ഇതിന്റെ നമുക്ക് സബ്സ്ട്രേറ്റിലാണ് ഡോപ്പിംഗ് ചെയ്യേണ്ടത് അല്ലേ. അപ്പൊ ഇവിടെ ഒരു ഓക്സൈഡ് ലെയർ ഉണ്ട്. സോ നൗ യു ഹാവ് ടു റിമൂവ് ദിസ് ഓക്സൈഡ് ലെയർ. അപ്പൊ ബാക്കിയുള്ള ഓക്സൈഡ് ലെയേഴ്സ്, അതായത് ഇവിടെയൊക്കെയുള്ള ഓക്സൈഡ് ലെയേഴ്സ് എന്താണ്, പ്രൊട്ടക്റ്റഡ് ആണ്. ഫോട്ടോ റെസിസ്റ്റ് ലെയറിന്റെ കോട്ടിംഗ് ഉണ്ട്. സോ ദാറ്റ് ആർ പ്രൊട്ടക്റ്റഡ്. സോ വി ഹാവ് ടു റിമൂവ് ദ അൺകവേർഡ് ഓക്സൈഡ് ലെയർ. ഫോർ ദാറ്റ് വി ആർ യൂസിങ് ഹൈഡ്രോഫ്ലോറിക് ആസിഡ്. ഹൈഡ്രോഫ്ലോറിക് ആസിഡിനകത്ത് SiO2 സൊല്യൂബിൾ ആണ്. സോ യൂസിങ് ഹൈഡ്രോഫ്ലോറിക് ആസിഡ് യു ക്യാൻ റിമൂവ് this SiO2 ലെയർ, അൺകവേർഡ് SiO2 ലെയർ. ബാക്കിയുള്ള ഇവിടെ ഈ റീജിയനിലുള്ള SiO2 ലെയർ അവിടെ എക്സിസ്റ്റ് ചെയ്യും, കാരണം അതിനെന്താ കവർ ചെയ്തിട്ട് മേലുള്ള ഫോട്ടോ റെസിസ്റ്റ് ലെയർ ഉണ്ട്. ഓക്കെ, സോ ഇത്രയും പോർഷനിലുള്ള SiO2 ലെയർ റിമൂവ് ചെയ്യും. നൗ നെക്സ്റ്റ് എന്ത് ചെയ്യും, അത് കഴിഞ്ഞാൽ എച്ച് ദ റിമൈനിങ് ഫോട്ടോ റെസിസ്റ്റ് യൂസിങ് എ മിക്സ്ചർ ഓഫ് ആസിഡ്. സോ ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ പ്രൊട്ടക്ട് ലെയർ ആയിട്ടുണ്ടായിരുന്ന ഈ ഫോട്ടോ റെസിസ്റ്റ് ലെയർ യു ക്യാൻ റിമൂവ് ദാറ്റ് ഫോട്ടോ റെസിസ്റ്റ് ലെയർ ബൈ ദ പ്രോസസ് ഓഫ് എച്ചിങ്. Okay, so etch the remaining photoresist layer. Now ഇവിടെ നമുക്ക് എന്ത് ചെയ്തു, we have created an opening. നമ്മുടെ പെർട്ടിക്കുലർ ഡയമെൻഷനിൽ, ഡിസൈഡ് ഡയമെൻഷനിൽ we have created an opening. ഇനി എന്ത് ചെയ്യണം, there we have to form the envel. So envel ഫോം ചെയ്യാന്ന് പറഞ്ഞാൽ ഈ റീജിയനിലേക്ക് എന്ത് ചെയ്താൽ മതി, you have to add impurities. Okay, so pentavalent impurities ആഡ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ ക്രിയേറ്റ്
N-well. Okay, or we can by adding by doping this region, an N-type region can be formed. ഇത് നമുക്ക് ബൈ ഡിഫ്യൂഷൻ ഓർ അയോൺ ഇംപ്ലാന്റേഷൻ പ്രോസസ്, അത് നമ്മുടെ അക്കോർഡിംഗ്ലി ആ പ്രോസസ്സിന്റെ കോംപ്ലിക്കേഷൻ അനുസരിച്ചിട്ട് ബൈ ഡിഫ്യൂഷൻ ഓർ അയോൺ ഇംപ്ലാന്റേഷൻ പ്രോസസ് വി ക്യാൻ ക്രിയേറ്റ് എൻ എൻ ടൈപ്പ് റീജിയൻ. അയോൺ ഇംപ്ലാന്റേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ഇത് എത്ര വരെ വേണം, ഈ ഡെപ്ത് ഒക്കെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അയോൺ ഇംപ്ലാന്റേഷൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ സോ നമ്മുടെ റിക്വേർഡ് ഡയമെൻഷനിൽ എന്ത് ചെയ്യുക, ഇവിടെ നമ്മുടെ ഈ ഒരു റീജിയൻ നേരത്തെ സെലക്ട് ചെയ്തിട്ടുണ്ട്, ഇനി ആ ഡെപ്തും കൂടെ ഡയമെൻഷൻ കറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, we are adding impurities to create N-well. ഇത്രയും വരെയുള്ള പ്രോസസ്സ് ക്ലിയർ ആണോ? സോ ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമേ ഇപ്പോൾ ആയിട്ടുള്ളൂ, N-well ക്രിയേഷൻ. സോ N-well ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, നിങ്ങൾ ഇനീഷ്യൽ പി ടൈപ്പ് സബ്സ്ട്രേറ്റ് എടുത്തു, പി ടൈപ്പ് സബ്സ്ട്രേറ്റിൽ ബൈ ഓക്സിഡേഷൻ SiO2 ലെയർ ഫോം ചെയ്തു, ദെൻ ഫോട്ടോ റെസിസ്റ്റ് അപ്ലൈ ചെയ്തു, ദെൻ ബൈ lithography and etching process an opening is created on the wafer surface, and by diffusion or ion implantation an N-type region is formed, that is called N-well. Okay, അപ്പോൾ N-well പ്രോസസ്സിലെ ഫസ്റ്റ് സ്റ്റെപ്പ് ആണിത്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഞാനിപ്പോൾ ഒരു 6 സ്റ്റെപ്സ് ആയിട്ടാണ് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എക്സാമിന് എഴുതുമ്പോൾ നിങ്ങൾക്ക് ടൈമിന്റെ ഇഷ്യൂ വരുവാണെങ്കിൽ, കാരണം ഓരോന്നിന്റെയും ഡയഗ്രാം വരക്കണം, ടൈമിന്റെ ഇഷ്യൂ വരുവാണെങ്കിൽ ഇതിൽ ഇടയ്ക്കുള്ള 1-2 സ്റ്റെപ്സ് നിങ്ങൾക്ക് ഡയഗ്രാം മാത്രം സ്കിപ്പ് ചെയ്യാം. ഓക്കെ, പ്രോസസ് എന്തായാലും പറയണം, ആ സ്റ്റെപ്സ് ഒക്കെ പറയണം. അതിലിപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഡയഗ്രാം ഇത് അതേപോലെ തേർഡിലുള്ളത്, ഓക്കെ, അല്ലെങ്കിൽ ആ സെക്കൻഡ് തേർഡ് ഫോർത്ത് എല്ലാം കൂടെ സ്റ്റെപ്സ് ഒരുമിച്ച് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഈ ഒരു ഡയഗ്രാം മാത്രം കാണിച്ചാലും മതി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് ടൈമിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്ന ഡയഗ്രാംസ് സ്കിപ്പ് ചെയ്യുക. ഞാനിപ്പോൾ കാണിക്കുമ്പോൾ കറക്റ്റ് എല്ലാ സ്റ്റെപ്പും കാണിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ എക്സാമിന് ഇത്രയും കാര്യങ്ങളൊന്നും വേണ്ട, നമുക്ക് N-well ക്രിയേഷൻ എന്ന് പറയുമ്പോൾ 2 സ്റ്റെപ്പിലൊക്കെ കാണിക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ നമ്പർ എഴുതിയ സ്റ്റെപ്പ് ഒക്കെ കറക്റ്റ് ആയിട്ട് എഴുതണം, എന്തൊക്കെയാണ് പ്രോസസ്സ് എന്ന്. ഡയഗ്രാംസ് 2-3 വേണമെങ്കിൽ ഇവിടെ സ്കിപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതൊന്ന് ഓർക്കുക കേട്ടോ. ടൈമിന്റെ പ്രശ്നം വന്നാൽ, എക്സാമിന് ടൈമിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്യാം. കുറച്ച് സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് അല്ല സ്കിപ്പ് ചെയ്യേണ്ടത്, ഡയഗ്രാംസ്. എല്ലാ ഡയഗ്രാം ഇങ്ങനെ കാണിക്കണം എന്നില്ല, മനസ്സിലായോ? ഓക്കെ, സോ നൗ N-well ക്രിയേഷൻ ആയി, കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പ്രോസസ് ഫ്ലോ ഒന്ന് നോക്കിക്കോ. നെക്സ്റ്റ് ഡിഫൈൻ NMOS ആൻഡ് PMOS ആക്റ്റീവ് ഏരിയാസ്. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ N-well ക്രിയേറ്റ് ചെയ്തു. വൺ മോർ തിങ്, ഈ N-well ക്രിയേറ്റ് ചെയ്തു അല്ലെ, ബൈ യൂസിങ് ഡിഫ്യൂഷൻ അയോൺ ഇംപ്ലാന്റേഷൻ, ദെൻ സ്ട്രിപ്പ് ഓഫ് ദ റിമൈനിങ് ഓക്സൈഡ് ലെയർ. ഇപ്പൊ ഇവിടെ നമ്മുടെ ബാക്കിയുള്ള ഓക്സൈഡ് ലെയേഴ്സ് ഉണ്ട് അല്ലെ, ഇവിടെ N-well കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഓക്സൈഡ് ലെയർ ഉണ്ട്. സോ വി ക്യാൻ റിമൂവ് ദാറ്റ് ഓക്സൈഡ് ലെയർ ഓൾസോ. So strip off the oxide layer using hydrofluoric acid. Okay, അപ്പോൾ ആ ഒരു ഓക്സൈഡ് ലെയറും കൂടെ റിമൂവ് ചെയ്ത് ഫൈനലി നമുക്ക് ഇതേപോലെ ഒരു സാധനം കിട്ടും, പി ടൈപ്പ് സബ്സ്ട്രേറ്റ്, അതിൽ N-well. ഓക്കെ, ഇനി നിങ്ങൾ നോക്കിക്കോ, നമ്മളെ ഇങ്ങനെ വലിയ ക്രിയേറ്റ് എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ N-well-നകത്താണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, PMOS ഫാബ്രിക്കേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈ പി ടൈപ്പ് സബ്സ്ട്രേറ്റിലാണ് എന്ത് ചെയ്യുന്നത്, NMOS ഫാബ്രിക്കേറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ പോയിന്റ് മറന്നുപോലെ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ പി ടൈപ്പ് സബ്സ്ട്രേറ്റിൽ എന്ത് ചെയ്യും, NMOS ഫോം ചെയ്യും, N-well-ന്റെ അകത്ത് PMOS ഫോം ചെയ്യും. ഓക്കെ, സോ നമ്മുടെ CMOS എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ NMOS-ഉം PMOS-ഉം രണ്ടും കൂടെ ഉള്ളതാണ് CMOS, കോംപ്ലിമെന്ററി മോസ്ഫെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇൻ N-well പ്രോസസ് എന്ത് ചെയ്യുന്നു, പി ടൈപ്പ് സബ്സ്ട്രേറ്റ് എടുക്കും, N-well-ന്റെ അകത്ത് PMOS ക്രിയേറ്റ് ചെയ്യും, പി ടൈപ്പ് സബ്സ്ട്രേറ്റിൽ NMOS ക്രിയേറ്റ് ചെയ്യും. നിങ്ങൾ തിരിച്ച് P-well പ്രോസസ് ആണെങ്കിൽ എന്ത് ചെയ്തേനെ, N ടൈപ്പ് സബ്സ്ട്രേറ്റ് എടുക്കും, അതിനകത്ത് P-well ക്രിയേറ്റ് ചെയ്യും, ദെൻ ഇൻസൈഡ് P-well NMOS-ഉം N ടൈപ്പ് സബ്സ്ട്രേറ്റിൽ PMOS-ഉം ഫാബ്രിക്കേറ്റ് ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് P-well ഒന്നും പഠിക്കാനില്ല, അതുകൊണ്ട് ഇനി അത് ചോദിക്കൊന്നുമില്ല, N-well പ്രോസസ് തന്നെ ചോദിക്കുള്ളൂ. ഓക്കെ, ഈ പോയിന്റ് ഒന്ന് മനസ്സിൽ വെച്ചേക്കണേ, എന്നാലും അടുത്തുള്ള സ്റ്റെപ്പിൽ എന്തൊക്കെ ചെയ്യുന്നതെന്ന് മനസ്സിലാവുള്ളൂ. ഓക്കെ, നൗ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്ക് NMOS-ഉം PMOS-ഉം ഫാബ്രിക്കേറ്റ് ചെയ്യണം അല്ലെ. ഫോർ ദാറ്റ് ഇന്നലെ മോസ്ഫെറ്റിന്റെ കേസിൽ പറഞ്ഞതുപോലെ നമുക്ക് എന്തൊക്കെയാണ്, സോഴ്സ്, ഡ്രെയിന്, ഗേറ്റ്, അതേപോലെ ഒരു നമ്മൾ നോർമലി ചെയ്യുമ്പോൾ നമുക്ക് എന്തുണ്ട്, ഒരു സബ്സ്ട്രേറ്റ് ടെർമിനലും കൂടി ഉണ്ട് അല്ലെ. ഇപ്പൊ സോഴ്സ്, ഡ്രെയിൻ, ഗേറ്റ്, സബ്സ്ട്രേറ്റ്, ഇത് ഈ 4 ടെർമിനൽസും NMOS-നും ക്രിയേറ്റ് ചെയ്യണം, അതേപോലെ PMOS-നും ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമ്മുടെ എയിം അതാണ്. N-well ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി NMOS-ഉം PMOS-ഉം ഫാബ്രിക്കേറ്റ് ചെയ്യണം, അതിന്റെ റീജിയൻസ് സോഴ്സ്, ഡ്രെയിൻ, ഗേറ്റ്, പിന്നെ സബ്സ്ട്രേറ്റ് കണക്ഷനും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെർമിനലും കൂടെ വേണം. ഓക്കെ, സോ ഫസ്റ്റ് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗേറ്റ് ആണ്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗേറ്റ് ആണ്. സോ ഫോർ ദാറ്റ്
സോ നമുക്ക് ഇവിടെ എന്ത് വേണം? ഈ റീജിയൻസിലാന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ ഈ റീജിയനിൽ ഒരു എൻമോസിന്റെ ഒരു ഗേറ്റ് വേണം, ഇവിടെ പിമോസിന്റെ ഒരു ഗേറ്റ് വേണം. സോ ഫോർ ദാറ്റ് what we are doing is we are depositing a thin oxide layer, gate oxide. Okay, deposit a thin oxide layer, that is this is silicon dioxide layer. We are depositing a thin oxide layer. ഈ തിൻ ഓക്സൈഡ് ലെയർ ആക്ച്വലി ഇതാണ് നമ്മുടെ മോസ്ഫെറ്റില്, ഞാൻ ഇന്നലെ പറഞ്ഞു മോസ്ഫെറ്റില് മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ആണ് അല്ലെ? മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ. സെമി കണ്ടക്ടർ ഇവിടെ നമ്മുടെ സബ്സ്ട്രേറ്റ് ഉണ്ട്, then ഒരു ഓക്സൈഡ് ലെയറിന്റെ മേലെയാണ് മെറ്റൽ ഗേറ്റ് വരുന്നത്. ഓക്കെ, ഓക്സൈഡ് ലെയറിന്റെ മേലെ മെറ്റൽ ഗേറ്റ് വരണം. ദാറ്റ് ഓക്സൈഡ് ലെയറിന് വേണ്ടിയിട്ടാണ് ഈ SiO2. സോ ദാറ്റ് വിൽ ബി തിൻ. ഓക്കെ, സോ തിൻ ഓക്സൈഡ് or we can say silicon dioxide layer of very small thickness. Okay, so thickness കുറഞ്ഞ thin oxide layer we are coating, that will act as the oxide layer for the MOS device. അതും നിങ്ങളൊന്ന് ഓർക്കണം, മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടറിൽ ഈ ഒരു ഓക്സൈഡ് ലെയർ ആയിട്ട് ആക്ട് ചെയ്യുന്ന SiO2. For that we are coating with SiO2. Okay, now by chemical vapor deposition process we are depositing polysilicon upon it. ഞാൻ ഇന്നലെ നമ്മൾ മോസ്ഫെറ്റിന്റെ കേസ് പറയുമ്പോഴേ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു പോളിസിലിക്കൺ ആണ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? ഇറ്റ് ആക്ട് ആസ് ദ ഗേറ്റ് ടെർമിനൽ. ഓക്കെ, സോ ഗേറ്റിന് നമ്മൾ നോർമലി പറയുന്നത് എന്താണ്? മെറ്റൽ ആണ് അല്ലെ? സോ മെറ്റൽ എന്ന് പറഞ്ഞാൽ ഹൈലി കണ്ടക്റ്റീവ് ആയിരിക്കണം. സോ ഫോർ ദാറ്റ് വി ആർ ഡോപ്പിംഗ് പോളിസിലിക്കൺ ടു ഇൻക്രീസ് ദ കണ്ടക്ടിവിറ്റി. ഓക്കെ, സോ ഇൻസ്റ്റെഡ് ഓഫ് മെറ്റൽ ലെയർ വി ആർ യൂസിങ് പോളിസിലിക്കൺ. പോളിസിലിക്കൺ നേരത്തെ പറഞ്ഞു, നമ്മുടെ ആ സിംഗിൾ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ അല്ലാത്ത നമ്മുടെ മെറ്റീരിയൽ പ്യൂരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് കിട്ടുന്ന സിലിക്കൺ ഉണ്ടല്ലോ, ബിഫോർ ക്രിസ്റ്റൽ ഗ്രോത്ത്, അതാണ് പോളിസിലിക്കൺ എന്ന് പറയുന്നത്. സോ ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദ കണ്ടക്ടിവിറ്റി ഓഫ് പോളിസിലിക്കൺ വി ആർ ഡോപ്പിംഗ് the polysilicon. Okay, so polysilicon is doped heavily to increase the conductivity. It acts as the gate. Okay, so by CVD process we are depositing polysilicon layer. Now ഇപ്പൊ നമ്മൾ ഓൾ ഓവർ ദ സർഫസ് SiO2 കോട്ട് ചെയ്തിട്ടുണ്ട്, അതിന് മേലെ എന്തുണ്ട്? പോളിസിലിക്കൺ ഉണ്ട്. ബട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇത് ആവശ്യമില്ല, നമുക്ക് എന്ത് മാത്രമേ വേണ്ടുള്ളൂ? ഗേറ്റ് റീജിയൻസിൽ മാത്രമേ ഇത് ആവശ്യമുള്ളൂ അല്ലെ? സോ നമുക്ക് എന്ത് ചെയ്യണം? ഇത്രയും റീജിയനിൽ മാത്രം, നെക്സ്റ്റ് 9th ഫിഗർ നോക്കുക, ഈ റീജിയനിൽ മാത്രം അവിടെ ഗേറ്റ് വേണം, ബാക്കിയുള്ള റീജിയൻസിലുള്ള ഈ SiO2 പോളിസിലിക്കൺ ലെയർ റിമൂവ് ചെയ്യണം. ഓക്കെ, ഫോർ ദാറ്റ് അഗെയിൻ യു ഹാവ് ടു ഗോ ഫോർ ഫോട്ടോലിത്തോഗ്രഫി ആൻഡ് എച്ചിങ് പ്രോസസ്. ഓക്കെ, സോ അഗെയിൻ മാസ്ക് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? യു ക്യാൻ പാറ്റേൺ ദ സർഫസ്, ദാറ്റ് ഈസ് ദിസ് പോളിസിലിക്കൺ ലെയർ. യു ക്യാൻ പാറ്റേൺ ദ പോളിസിലിക്കൺ ലെയർ ആൻഡ് നമ്മൾ എന്ത് ചെയ്യും? ഇത്രയും റീജിയൻസ് മാത്രം ഹാർഡ് ആക്കിയിട്ട്, ഓക്കെ, അക്കോർഡിംഗ്ലി ലൈറ്റിനെ എക്സ്പോസ് ചെയ്ത് ഈ റീജിയൻ മാത്രം ഹാർഡ് ആക്കിയിട്ട് അവിടെ എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്യണം. അതർ റീജിയൻസ് എന്തായിരിക്കും? എക്സ്പോസ് ചെയ്യാതെ സോഫ്റ്റ് ആക്കിയിട്ട് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ബൈ എച്ചിങ് പ്രോസസ് യു ക്യാൻ റിമൂവ് ദാറ്റ് മെറ്റീരിയൽസ്. ഓക്കെ, സോ നമുക്ക് ഗേറ്റ്, ഇവിടെ നമ്മുടെ എൻമോസ് വേണം, ഇവിടെ പിമോസ് വേണം. സോ അതിന്റെ രണ്ടിന്റെയും ഗേറ്റ് മാത്രം അവിടെ എന്ത് ചെയ്യാം? റിമൈൻ ചെയ്ത് ബാക്കിയുള്ളത് പാറ്റേൺ ചെയ്ത് റിമൂവ് ചെയ്യാം. So for that also we are using photolithography and etching. Okay, so next step is pattern polysilicon using photolithography and etching process. So thus we have formed the gate. Okay, so നമ്മുടെ N-വെല്ലും P-വെല്ലും ക്രിയേറ്റ് ചെയ്തു. Then for both NMOS and PMOS നമുക്ക് ഗേറ്റ് ഒരുപോലെയാണ് വേണ്ടത് അല്ലെ? രണ്ട് ഡിവൈസ് ആയി കഴിഞ്ഞാലും അവർ ഗേറ്റ് ഈസ് സെയിം. സോ അതുകൊണ്ടാണ് ഗേറ്റ് ആദ്യം നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത്. കാരണം നമുക്ക് സിംഗിൾ സ്റ്റെപ്പിൽ എന്ത് ചെയ്യാൻ പറ്റും? NMOSന്റെയും PMOSന്റെയും ഗേറ്റ് ഫാബ്രിക്കേറ്റ് ചെയ്യാൻ പറ്റും. Okay, so for fabricating gate, what we are doing? A thin layer of oxide is, that is silicon dioxide, is deposited on the wafer surface, and upon which by chemical vapor deposition process a heavily doped polysilicon layer is deposited. By patterning the polysilicon layer by photolithography process and etch the unwanted materials or remove the unwanted materials, we can obtain the gate for PMOS and NMOS. Okay, so gate obtain ചെയ്തു. Now നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ട എന്താണ്? സോഴ്സ് ഡ്രെയിൻ ഫോം ചെയ്യണം. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ഓർക്കുക. നമുക്ക് NMOS ആണെങ്കിൽ എന്താണ്? N ടൈപ്പ് സോഴ്സും ഡ്രെയിനും ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഇവിടെ ഗേറ്റ് ഉണ്ടെങ്കിൽ എനിക്ക് ഇവിടെ ഒരു N+ റീജിയൻ, ഇവിടെ ഒരു N+ റീജിയൻ ക്രിയേറ്റ് ചെയ്യണം അല്ലെ? സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, സോറി, സോഴ്സും ഡ്രെയിനും ആയിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടി. PMOSന്റെ കേസിലാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം? P+ റീജിയൻ, ദാറ്റ് ഈസ് ഹെവിലി ഡോപ്ഡ് P റീജിയൻസ്, ഇതെന്തായിട്ട് ആക്ട് ചെയ്യും? ഇതിന്റെ സോഴ്സും ഡ്രെയിനുമായിട്ട് ആക്ട് ചെയ്യും. ഇനി വൺ മോർ തിങ്,
സബ്സ്ട്രേറ്റും കൂടെ ഉണ്ട്. അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ എൻവെല്ലിന്റെ സബ്സ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ ടൈപ്പ് ആണ് അല്ലെ? അപ്പൊ ഇവിടെ ഒരു സബ്സ്ട്രേറ്റ് റീജിയൻ എൻ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യണം. അതേപോലെ ഇവിടെ നമ്മുടെ ഇതിന്റെ ഇത് എൻമോസിന്റെ സബ്സ്ട്രേറ്റ് എന്ന് പറഞ്ഞാല് ഏതാണ്? പി ടൈപ്പ് ആണ് അല്ലെ? സോ ഇവിടെ എന്ത് ചെയ്യണം? ആ സബ്സ്ട്രേറ്റിന്റെ സെയിം പി ടൈപ്പ് റീജിയനും കൂടെ ഡോപ്പ് ചെയ്യണം. ഓക്കെ, അപ്പൊ നിങ്ങൾ പ്രോസസ് ചെയ്യുന്നതിന് ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് എൻമോസിന് എൻ ടൈപ്പ് സോഴ്സ് ആൻഡ് ഡ്രെയിൻ ഫോം ചെയ്യണം. പിമോസിന് പി ടൈപ്പ് സോഴ്സ് ആൻഡ് ഡ്രെയിൻ ഫോം ചെയ്യണം. ദെൻ പിമോസിന്റെ സബ്സ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? എൻ ടൈപ്പ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു എൻ ടൈപ്പ് റീജിയൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. അതേപോലെ എൻമോസിന്റെ സബ്സ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പി ആണ് അല്ലെ? അപ്പൊ ആ ഒരു കണക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പി ടൈപ്പ് റീജിയൻ ഇവിടെ ഫോം ചെയ്യണം. അത് ഡോപ്പിംഗ് കുറച്ച് ഡിഫറൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ വേറെ തന്നെ റീജിയൻ ഫോം ചെയ്യുന്നത്. അല്ലെങ്കിൽ ഡയറക്റ്റ് നമുക്ക് സബ്സ്ട്രേറ്റിന് കണക്ഷൻ എടുക്കാം. ഓക്കെ, അപ്പൊ ആ ഡോപ്പിംഗ് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു പി റീജിയനും കൂടെ ഇവിടെ ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ഈ സോഴ്സ് ഗേറ്റ് ഫോർമേഷൻ ആണ്. ഓക്കെ, ഫോർ ദാറ്റ് first we are considering the fabrication of NMOS. Okay, so cover the surface with oxide to define N diffusion region. So next നമ്മൾ പറയാൻ പോകുന്നത് എവിടെയൊക്കെയാണോ എൻ ടൈപ്പ് ഡോപ്പിംഗ് വേണ്ടത് ആ റീജിയൻസ് മാത്രം ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പൊ NMOS ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ആ എൻ റീജിയൻസ് മാത്രം ഓപ്പൺ ചെയ്യണം. ഫോർ പാറ്റേണിംഗ് ദാറ്റ് വി ആർ കവറിംഗ് ദ വേഫർ വിത്ത് SiO2 ലെയർ. അഗെയിൻ സിലിക്കൺ ഡയോക്സൈഡ് വെച്ച് കംപ്ലീറ്റ് കവർ ചെയ്യും. ഓക്കെ, ആൻഡ് നൗ യൂസിങ് ലിത്തോഗ്രഫി പ്രോസസ് പാറ്റേൺ ദ സർഫസ്. എങ്ങനെ പാറ്റേൺ ചെയ്യണം? നമുക്ക് ഇവിടെ എന്താണ് N+ പറഞ്ഞല്ലേ? അപ്പൊ ഈ ഗേറ്റിന്റെ ഇവിടെ ഒരു N+ റീജിയൻ കിട്ടണം, ഇവിടെ ഒരു N+ റീജിയൻ കിട്ടണം. അതേപോലെ ഇതിന്റെ സബ്സ്ട്രേറ്റും N ആണ്. ഓക്കെ, ഓർ N+ ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 3 റീജിയൻസ്, ഈ പറയുന്ന ഇവിടെയും ഈ ഒരു 3 റീജിയൻസ് വി ഹാവ് ടു ഓപ്പൺ. ഓക്കെ, സോ കറസ്പോണ്ടിംഗ്ലി പാറ്റേൺ ദ ഓക്സൈഡ് ലെയർ ഇൻ ഓർഡർ ടു ക്രിയേറ്റ് ദ N+ diffusion regions. Okay, so pattern, after patterning by lithography and by etching process we can create this opening. കണ്ടോ, ഇവിടെ ഓപ്പണിംഗ് ഉണ്ട്. ഹിയർ ദിസ് ഓപ്പണിംഗ് ഹിയർ. നമുക്ക് N diffusion ചെയ്യേണ്ട ഓപ്പണിംഗ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ? Now we have to add the impurities by ion implantation or diffusion process. You can create N+ regions. ഓക്കെ, സോ ഇമ്പ്യൂരിറ്റീസിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി റീജിയൻസ് ഒക്കെ പ്രൊട്ടക്റ്റഡ് ആണ്. ഇപ്പൊ ഓപ്പൺ ചെയ്തിട്ടുള്ള അത്രയും പോർഷൻസിൽ മാത്രം എന്ത് ചെയ്യും? ഡിഫ്യൂഷൻ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യും. ദാറ്റ് ഈസ് ഡോപ്പിംഗ് ഉണ്ടാവും. ഓക്കെ, സോ N+ റീജിയൻസ്. സോ ഇവിടെ എന്താണ്? നമ്മുടെ എൻമോസിന്റെ സോഴ്സ് ഫാബ്രിക്കേറ്റ് ചെയ്തു, ഡ്രെയിൻ ഫാബ്രിക്കേറ്റ് ചെയ്തു. ഓക്കെ, ഇവിടെ ഇതിന്റെ സബ്സ്ട്രേറ്റും. ഓക്കെ, ഓൾറെഡി നമ്മുടെ ഗേറ്റ് ഫാബ്രിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, രണ്ടിന്റെയും ഗേറ്റ്. ഓക്കെ, അപ്പൊ രണ്ടിന്റെയും ഗേറ്റ് ആയി. ദെൻ എൻമോസിന്റെ സോഴ്സും ഡ്രെയിനും ഫോം ചെയ്തു. അതേപോലെ പിമോസിന്റെ സബ്സ്ട്രേറ്റ് റീജിയനും റിക്വേർഡ് ആയിട്ടുള്ള ഡോപ്പിംഗ് ലെവലിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് എൻമോസ് നമ്മൾ അതിനകത്തേക്ക് എന്ത് ചെയ്തു? എൻ ഡിവൈസ് ഫാബ്രിക്കേറ്റ് ചെയ്തു. എൻ ഡിവൈസ് എപ്പോഴും പി സബ്സ്ട്രേറ്റിലാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക കേട്ടോ. എൻ ഡിവൈസ് പി സബ്സ്ട്രേറ്റിലാണ് ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത്. നൗ okay, next is in using the same method. ഇപ്പൊ ഇവിടെ എന്ത് ചെയ്തു? ബാക്കിയുള്ള സ്ട്രിപ്പ് ഓഫ് ദ ഓക്സൈഡ് ടു കംപ്ലീറ്റ് ദ പാറ്റേണിംഗ് സ്റ്റെപ്പ്. അപ്പൊ ഇവിടെ നമ്മൾ ഡിഫ്യൂഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നൗ ഇവിടെ എന്ത് ചെയ്യണം? അഡീഷണൽ ആയിട്ടുള്ള മെറ്റീരിയൽസ് സ്ട്രിപ്പ് ഓഫ് ചെയ്യണം, റിമൂവ് ചെയ്യണം. ഓക്കെ, നമ്മൾ പാറ്റേൺ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം? യു ക്യാൻ സ്ട്രിപ്പ് ഓഫ് ദ ഓക്സൈഡ്. ഇവിടെയുള്ള റിമൈനിങ് ആയിട്ടുള്ള ഓക്സൈഡ്സ് കംപ്ലീറ്റ് എന്ത് ചെയ്യാം? റിമൂവ് ചെയ്യാം. ഓക്കെ, സോ നൗ എന്താണ്? ഇവിടെ നമുക്ക് എൻമോസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അല്ലെ? സോഴ്സ്, ഡ്രെയിൻ, ഗേറ്റ്. അപ്പൊ എൻമോസ് കംപ്ലീറ്റ് ആയി. പിമോസിന്റെ ഗേറ്റ് ഉണ്ട്, അതേപോലെ സബ്സ്ട്രേറ്റ് ഉണ്ട്. പിന്നെ നമുക്ക് എന്തൊക്കെ ഫോം ചെയ്യണം? ഇനി നെക്സ്റ്റ് നമുക്ക് P+ ഡിഫ്യൂഷൻ ആണ്. അതായത് ഇതിൽ എന്ത് ചെയ്യണം? പിമോസിന്റെ സോഴ്സും അതേപോലെ ഡ്രെയിനും ഫോം ചെയ്യണം. സിമിലർലി എൻമോസിന് എന്ത് വേണം? ഒരു സബ്സ്ട്രേറ്റ്, അത് പി ടൈപ്പാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് പി ടൈപ്പ് ഡിഫ്യൂഷൻ ആണ് നെക്സ്റ്റ് ചെയ്യാനുള്ളത്. ഫോർ ദാറ്റ് നമ്മൾ എൻ ടൈപ്പിന് വേണ്ടി ചെയ്ത് സെയിം സ്റ്റെപ്സ് യൂസ് ചെയ്യാം. ഓക്കെ, അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. സോ സെയിം സ്റ്റെപ്സ് യൂസ് ചെയ്യുക. ദാറ്റ് ഈസ് വി ഹാവ് ടു pattern by lithography and by etching process we are removing the unwanted materials and p-type impurities are added to the opening. Okay, അപ്പോൾ ഇവിടെ ഇത്രയും റീജിയൻസ് എന്ത് ചെയ്തു? p-type impurities ആഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് പിമോസിന്റെ സോഴ്സ്, ഡ്രെയിന്, അതേപോലെ ഇവിടെയുള്ള സബ്സ്ട്രേറ്റും. ഓക്കെ, ഇത് എൻമോസിന്റെ സോഴ്സ്, ഡ്രെയിന്, അതേപോലെ ഇവിടെയുള്ള സബ്സ്ട്രേറ്റ്.
ഓക്കെ, അവിടെ സബ്സ്ട്രേറ്റ് ഒരുമിച്ച് പറയാൻ റീസൺ അത് സെയിം ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ. എൻ ടൈപ്പ് ആക്കാൻ വേണ്ടി നമ്മൾ സെയിം ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്നുണ്ടാണ് അത് ഒരുമിച്ച് ചെയ്യുന്നത്. ആക്ച്വലി ഇത് എൻമോസിന്റെ സോഴ്സ്, ഡ്രെയിന്, സബ്സ്ട്രേറ്റ്, ഗേറ്റ്. ഓക്കെ, സോറി, പിമോസിന്റെ. ദെൻ ഹിയർ എൻമോസിന്റെ സോഴ്സ്, ഡ്രെയിന്, സബ്സ്ട്രേറ്റ്, ഗേറ്റ്. ഓക്കെ, ഇങ്ങനെയാകുമ്പോൾ എന്താണ് സെയിം സ്റ്റെപ്സ് യൂസ് ചെയ്തിട്ട് ബൈ ലിത്തോഗ്രഫി ആൻഡ് എച്ചിങ് പ്രോസസ് വി ആർ ക്രിയേറ്റിംഗ് എൻമോസ് ആൻഡ് പിമോസ്. ഓക്കെ, ദെൻ റിമൈനിങ് പാർട്സ് ഇതുപോലെ തന്നെ എക്സ്പയറിൽ അഡീഷൻ ആയിട്ട് വരുന്ന ഓക്സൈഡ് ലെയേഴ്സ് ഫൈനലി റിമൂവ് ചെയ്യും. ഇത്രയും സ്റ്റെപ്സ് ക്ലിയർ ആണോ? ഡയഗ്രാം വരച്ചിട്ടുണ്ടോ? പറയുന്നത് സ്പീഡ് ആവുന്നുണ്ടോ? സ്പീഡ് കൂടുന്നുണ്ടോ? ഓക്കെ അല്ലേ? ഓക്കെ, നൗ നെക്സ്റ്റ് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമ്മൾ എല്ലാ റീജിയൻസും ഫോം ചെയ്തു അല്ലെ? നൗ വി ഹാവ് ടു ക്രിയേറ്റ് ദ കോണ്ടാക്ട് പോയിന്റ്സ്. ഓക്കെ, അതായത് ഇതിന്റെ ടെർമിനൽസിന് കണക്ഷൻ കൊടുക്കാം, മെറ്റൽ കോണ്ടാക്ട്സ് പ്രൊവൈഡ് ചെയ്യണം. ഇപ്പൊ ഡിവൈസ് കംപ്ലീറ്റ് ആയി. ഇനി ആ സോഴ്സ്, ഗേറ്റ്, ഡ്രെയിൻ, സബ്സ്ട്രേറ്റ് ആ കണക്ഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് വി ഹാവ് ടു പ്രൊവൈഡ് മെറ്റൽ കോണ്ടാക്ട്. സോ നെക്സ്റ്റ് നൗ വി ഹാവ് ടു പാറ്റേൺ ഫോർ കോണ്ടാക്ട് കട്ട്സ്. ഓക്കെ, so again cover with the thick field oxide layer and etch the oxide where the contact points are needed. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് കോണ്ടാക്ട് പോയിന്റ്സ് വേണമെന്ന് എനിക്ക് പറയാലോ. നമ്മുടെ എല്ലാ ടെർമിനൽസിനും കോണ്ടാക്ട് പോയിന്റ്സ് റിക്വയർഡ് ആണ് അല്ലെ? ഇവിടെ സബ്സ്ട്രേറ്റ്, അതേപോലെ സോഴ്സ്, ഡ്രെയിൻ. ഹിയർ ഓൾസോ സോഴ്സ്, ഡ്രെയിൻ, സബ്സ്ട്രേറ്റ്. പിന്നെ ഗേറ്റിൽ നമുക്ക് ആവശ്യം വേണമെങ്കിൽ കൊടുക്കാം, ഈ ഗേറ്റിലും കൂടെ പ്രൊവൈഡ് ചെയ്യാം. അത് പിന്നെ ഓൾറെഡി മെറ്റൽ ആണ്. ഓക്കെ, വേണമെങ്കിൽ ഗേറ്റിലും കൂടെ പ്രൊവൈഡ് ചെയ്യാം. സോ നെക്സ്റ്റ് ഈസ് കവർ ദ ചിപ്പ് വിത്ത് തിക് ഫീൽഡ് ഓക്സൈഡ് ആൻഡ് എച്ച് ദ ഓക്സൈഡ് വേർ ദ കോണ്ടാക്ട് കട്ട്സ് ആർ നീഡഡ്. ഓക്കെ, അപ്പൊ നമുക്ക് പാറ്റേൺ ചെയ്തിട്ട് കോണ്ടാക്ട് കട്ട്സ് റിക്വയർഡ് ആയിട്ടുള്ള റീജിയൻസ് സെലക്ട് ചെയ്യാം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് അലൂമിനിയം ഈസ് സ്പട്ടേർഡ് ഓൺ ദ ഹോൾ വേഫർ. സ്പട്ടറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെറ്റൽ ഡെപ്പോസിഷന്റെ പ്രോസസ് ആയിരുന്നു. സോ ബൈ യൂസിങ് സ്പട്ടറിംഗ് പ്രോസസ് അലൂമിനിയം ഈസ് ഡെപ്പോസിറ്റഡ് ഓൺ ദ ഹോൾ വേഫർ. വേഫർ സർഫസിൽ കംപ്ലീറ്റ്ലി ഡെപ്പോസിറ്റ് ചെയ്യും. ബട്ട് ആക്ച്വലി നമ്മുടെ ഓപ്പണിങ്സിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, കറക്റ്റ് ആയിട്ട് ആ കോണ്ടാക്ട് പോയിന്റ്സ് വരുന്നുള്ളൂ. ബാക്കി ഓക്സൈഡ് ലെയറിന്റെ മേലെയാണ് അല്ലെ? അപ്പൊ നമ്മൾ കംപ്ലീറ്റ്ലി അത് ഡെപ്പോസിറ്റ് ചെയ്താലും, വേഫർ സർഫസ് സ്പട്ടറിംഗ് പ്രോസസ് ആയാലും മെറ്റൽ ഡെപ്പോസിഷൻ പ്രോസസ് ആയാലും കംപ്ലീറ്റ് വേഫർ സർഫസിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ബട്ട് നമ്മുടെ ഈ ഒരു റീജിയൻസ് ഇവിടെയൊക്കെ എന്തുണ്ട്, വി ഹാവ് ഓക്സൈഡ് ലെയേഴ്സ് അല്ലെ? സോ ഇതൊക്കെ ഓക്സൈഡ് ലെയറിന്റെ താഴെ പ്രൊട്ടക്റ്റഡ് ആണ്. അവിടെയൊന്നും വേഫർ സർഫസിലേക്ക് മെറ്റൽസ് വരുന്നില്ല അല്ലെ? നിങ്ങൾ എവിടെയൊക്കെയാണോ ഓപ്പണിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ആ റീജിയൻസിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, വേഫർ സർഫസിലേക്ക് മെറ്റൽ ഡെപ്പോസിറ്റ് ആവുന്നുള്ളൂ. ഓക്കെ, സോ ബൈ മെറ്റൽ ഡെപ്പോസിഷൻ പ്രോസസ് വി ക്യാൻ ക്രിയേറ്റ് ദ കോണ്ടാക്ട് പോയിന്റ്സ്. ഓക്കെ, ഫൈനലി നമുക്ക് എന്ത് ചെയ്യണം, വി ഹാവ് ടു റിമൂവ് ദ എക്സ്ട്രാ അലൂമിനിയം ലെയേഴ്സ്. നമ്മളിപ്പോൾ അലൂമിനിയം ലെയർ എല്ലായിടെയും വെച്ചിട്ടുണ്ട് അല്ലെ? നമുക്കൊരു മെറ്റൽ കോണ്ടാക്ട് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ മാത്രം മതി. ഓക്കെ, സോ നൗ വി ഹാവ് ടു റിമൂവ് ദ excess metals, okay, by leaving wires. So next എന്ത് ചെയ്യാം, we have to remove this excess metal. excess metal ഇവിടെ again pattern ചെയ്തതാണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, പാറ്റേൺ ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഇവിടെയുള്ള ഈ എക്സസ് മെറ്റൽസും കൂടെ റിമൂവ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഡാർക്കൻ ചെയ്തിട്ടുള്ള റീജിയൻസ് മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി, മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ബാക്കിയുള്ള മെറ്റൽ പാർട്സ് എന്ത് ചെയ്യാം, വി ക്യാൻ റിമൂവ് ബൈ ദ പ്രോസസ് ഓഫ് എച്ചിങ്. ഓക്കെ, സോ എച്ചിങ് പ്രോസസ്സിൽ നമുക്ക് ബാക്കിയുള്ള റീജിയൻസ് റിമൂവ് ചെയ്യാം. റിക്വയർഡ് ആയിട്ടുള്ള പോയിന്റ്സിൽ മാത്രം മെറ്റൽ കോണ്ടാക്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് ഹൗ വി ആർ ഫാബ്രിക്കേറ്റഡ് ദിസ് CMOS. ഓക്കെ, ക്ലിയർ അല്ലേ? ഇപ്പൊ CMOS എന്ന് പറയുമ്പോൾ എപ്പോഴും നിങ്ങൾ ആലോചിക്കുക, PMOSും ഉണ്ടാവും, NMOSും ഉണ്ടാവും. അത് രണ്ടും കൂടെ ഒരുമിച്ച് നമുക്ക് ഫാബ്രിക്കേറ്റ് ചെയ്യണം ഒരു സിംഗിൾ സബ്സ്ട്രേറ്റിൽ. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് എൻവെൽ പ്രോസസ്. സോ ഇൻ എൻവെൽ പ്രോസസ് we are taking our starting material is p-type substrate, and into that p-type substrate we are creating an n-well. n-well എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ നെയിം പോലെ തന്നെ ഒരു വെൽ ലൈക്ക് സ്ട്രക്ചർ ആണ് അല്ലെ? വെൽ ലൈക്ക് സ്ട്രക്ചർ ഈസ് ക്രിയേറ്റഡ് ആൻഡ് ഇറ്റ് ഈസ് ഡോപ്ഡ് വിത്ത് n-type impurity. ഓക്കെ, സോ അത് n-type മെറ്റീരിയൽ കൺവേർട്ട് ചെയ്തു. നൗ നിങ്ങളുടെ വേഫറിൽ എന്താണ്, you have a p substrate, that is a p region and an n region. Then നിങ്ങൾ നേരെ ഓപ്പോസിറ്റ് പൊളാരിറ്റി ആയിരിക്കും എന്ന് ഓർത്താൽ മതി നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത്. എപ്പോഴും
പി ടൈപ്പ് സബ്സ്ട്രേറ്റിന്റെ എന്ത് ചെയ്യണം, എൻമോസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പി ടൈപ്പ് സബ്സ്ട്രേറ്റ് വേണം. അതേപോലെ പിമോസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എൻ ടൈപ്പ് സബ്സ്ട്രേറ്റ് വേണം. ഓക്കെ, അപ്പൊ എൻ വെൽ പ്രോസസ്സിൽ എൻ ടൈപ്പ് വെല്ലാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇൻസൈഡ് ദാറ്റ് വെൽ വി ആർ ക്രിയേറ്റിംഗ് പിമോസ്. ഓക്കെ, ദെൻ ഓൺ ദ സബ്സ്ട്രേറ്റ് വി ആർ ക്രിയേറ്റിംഗ് എൻമോസ്. ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യാൻ പറ്റും, ഒരുമിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രോസസ്സാണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം ഇത് ഒന്ന് മെയിൻ ആയിട്ട് ഈ കാര്യം, നമ്മൾ ഇനീഷ്യൽ സ്റ്റാർട്ടിംഗ് സബ്സ്ട്രേറ്റ് എന്താണ്, പിന്നെ ഏത് ടൈപ്പ് വെല്ല് ക്രിയേറ്റ് ചെയ്യുന്നു, ഇനി സബ്സ്ട്രേറ്റിൽ ഏത് ടൈപ്പ് ഡിവൈസ് ആണ്, അതേപോലെ വെല്ലിൽ ഏത് ടൈപ്പ് ഡിവൈസ് ആണ് ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത് നോക്കുക. ദെൻ നമുക്ക് വേണ്ട റിക്വയർഡ് ആയിട്ടുള്ള ഡിവൈസിന്റെ റീജിയൻസ്, അതായത് ഇവിടെ സോഴ്സ്, ഡ്രെയിൻ, ഗേറ്റ് ആൻഡ് സബ്സ്ട്രേറ്റ്, ഇത്രയും റീജിയൻസ് ആണ് വരുന്നത്. അപ്പൊ അതൊക്കെ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രോസസ്സുകൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങൾ, ലിത്തോഗ്രഫി, എച്ചിങ്, പിന്നെ എന്താണ് ഡോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇംപ്യൂരിറ്റി ഡിഫ്യൂഷൻ ഓർ അയോൺ ഇംപ്ലാന്റേഷൻ, പിന്നെ അതേപോലെ എന്താ ഓക്സിഡേഷൻ, ഓക്സൈഡ് ലേയേഴ്സ് ഫോം ചെയ്ത് ഓക്സിഡേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത്. സോ വി ക്യാൻ കൺക്ലൂഡ്. ഇനി ഫ്ലോ ചാർട്ട് ഒന്ന് നോക്കുക, നമ്മൾ ആ ചെയ്യുന്ന പ്രോസസ്സ് ഒന്ന് നോക്കുക. ഫസ്റ്റ് ഫോർമേഷൻ ഓഫ് എൻവെൽ റീജിയൻ ആണ്. ഓക്കെ, സോ വി ആർ ടേക്കിംഗ് പി ടൈപ്പ് സബ്സ്ട്രേറ്റ് ആൻഡ് വി ആർ ക്രിയേറ്റിംഗ് ആൻ ഓപ്പണിംഗ് ബൈ photolithography and etching process and you are forming the envelope. അപ്പൊ നിങ്ങൾ ഒരു സബ്സ്ട്രേറ്റ് ആദ്യം എടുക്കുക. അപ്പൊ ഞാൻ പറഞ്ഞ ഡയഗ്രാം നിങ്ങൾ സബ്സ്ട്രേറ്റ് കാണിച്ചു, ദെൻ ഇത്രയും പ്രോസസ്സ് പറഞ്ഞിട്ട് ഒരു എൻവെല് ക്രിയേറ്റ് ചെയ്ത് കാണിച്ചാൽ മതി. ബാക്കി സ്റ്റെപ്പ് എല്ലാം പറഞ്ഞാലും മതി കേട്ടോ. ഞാനൊരു 7 സ്റ്റെപ്സിലോട്ട് അത് കാണിച്ചിട്ടുണ്ട്. ബട്ട് അത് കറക്റ്റ് ആയിട്ട് കാര്യം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നിങ്ങൾ എക്സാമിന് ടൈം ഇല്ലെങ്കിൽ വെറുതെ ടൈം വേസ്റ്റ് ആക്കരുത്. സബ്സ്ട്രേറ്റ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്താൽ മതി, ഈ എൻവെല് ക്രിയേറ്റ് ചെയ്താൽ കാണിച്ചാൽ മതി. ഇൻ ബിറ്റ്വീൻ സ്റ്റെപ്സ് ഡിസ്ക്രൈബ് ചെയ്താൽ മതി, വേർഡ്സിൽ എഴുതിയാലും മതി. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ഫോട്ടോ റെസിസ്റ്റ് കോട്ട് ചെയ്യുന്നു, ദെൻ പാറ്റേൺ ചെയ്യുന്നു, ദെൻ ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്യുന്നു, ബൈ ഡിഫ്യൂഷൻ ഓർ അയോൺ ഇംപ്ലാന്റേഷൻ എന്ത് ചെയ്യുന്നു, എൻ ടൈപ്പ് ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്ത് വി ആർ ക്രിയേറ്റിംഗ് എൻവെൽ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ഡിവൈസ് ഫാബ്രിക്കേഷൻ ആണ്. സബ്സ്ട്രേറ്റിൽ പി ടൈപ്പ് സബ്സ്ട്രേറ്റിൽ എൻമോസും അതേപോലെ എൻവെലിൽ പിമോസും ക്രിയേറ്റ് ചെയ്യാം. ഫോർ ദാറ്റ് ഫസ്റ്റ് ചെയ്യുന്ന കാര്യം എന്താണ്, ഗേറ്റ് ഓക്സിഡേഷൻ. നമ്മൾ ഗേറ്റ് ആണ് ഫസ്റ്റ് ഫോം ചെയ്യുന്നത്. സോ ഒരു ഓക്സൈഡ് ലെയർ ഗ്രോ ചെയ്യും, അതിന്റെ മേലെ പോളിസിലിക്കൺ ആണ് ഗേറ്റ് ആയിട്ട് വരുന്നത്. സോ പോളിസിലിക്കൺ ലെയർ ഗ്രോ ചെയ്യും, അത് പാറ്റേൺ ചെയ്തിട്ട് എന്ത് ചെയ്യും, പിമോസിന്റെ എൻമോസിന്റെ ഗേറ്റ് ഫാബ്രിക്കേറ്റ് ചെയ്യും. ഓക്കെ, സോ ഫീൽഡ് ആൻഡ് ഗേറ്റ് ഓക്സിഡേഷൻ ചെയ്യും, ദെൻ പോളിസിലിക്കൺ വെച്ചിട്ട് എന്ത് ചെയ്യും, പാറ്റേൺ ചെയ്തിട്ട് ഗേറ്റ് ഫോം ചെയ്യും. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് ഡിഫ്യൂഷൻ ആണ്. ഇതിപ്പോ പി ടൈപ്പ് ഡിഫ്യൂഷൻ ആയതും ഒരെണ്ണം ആദ്യം ചെയ്യുക, ആ ഓർഡർ പ്രശ്നമല്ല. എൻ ടൈപ്പ് ഡിഫ്യൂഷനും പി ടൈപ്പ് ഡിഫ്യൂഷനും എന്നാലും രണ്ടും ഒരുമിച്ച് ചെയ്യാൻ പറ്റൂല. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യും, ഇപ്പം പി പ്ലസ് ഡിഫ്യൂഷൻ ആദ്യം ചെയ്യുന്നതെങ്കിൽ പിമോസ് ആണ് നമ്മൾ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ എൻവെലിന്റെ അകത്ത് സോഴ്സിന്റെയും ഡ്രെയിനിന്റെയും റീജിയൻ സെലക്ട് ചെയ്യുക. അതേസമയം നമ്മുടെ എൻമോസിന്റെ സബ്സ്ട്രേറ്റും പി ടൈപ്പ് ആയിരിക്കണം. അപ്പൊ അവിടെ ഒരു ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്യാം. ദെൻ ആ 3 ഓപ്പണിംഗിൽ ഒരുമിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പി പ്ലസ് ഇംപ്യൂരിറ്റീസ് പി ടൈപ്പ് ആക്കി കൺവേർട്ട് ചെയ്യാനുള്ള ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്യാം. ദെൻ അത് കവർ ചെയ്തിട്ട് അഗെയിൻ പാറ്റേൺ ചെയ്തിട്ട് എന്ത് ചെയ്യുക, എൻ പ്ലസ് റീജിയൻ, അതായത് നമ്മുടെ എൻമോസിന്റെ സോഴ്സും ഡ്രെയിൻ റീജിയൻസും പിമോസിന്റെ സബ്സ്ട്രേറ്റും, ആ ഡിഫ്യൂസ് ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അത്രയും റീജിയൻസ് ക്രിയേറ്റ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് പാറ്റേൺ ഫോർ കോൺടാക്ട് കട്ട്, മെറ്റൽ കോൺടാക്ട്സ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കോൺടാക്ട് പോയിന്റ്സിന് വേണ്ടി പാറ്റേൺ ചെയ്യുക. ദെൻ ബൈ മെറ്റൽ ഡെപ്പോസിഷൻ പ്രോസസ് വി ക്യാൻ ക്രിയേറ്റ് ദ കോൺടാക്ട് ടെർമിനൽസ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് സിമോസ് IC ഫാബ്രിക്കേഷൻ സീക്വൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? എഴുതാൻ പറ്റൂലേ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എക്സാമിന് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു 10 മാർക്സിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. എഴുതാൻ പറ്റൂലേ? ഓക്കെ, അപ്പൊ ഡയഗ്രാംസ് ഇപ്പം കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ ഒന്ന് ഞാൻ തന്ന നോട്ടിൽ ഡയഗ്രാംസ് ഉണ്ട്, അത് വെച്ചിട്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ഇനി എന്തായാലും ഞാൻ അസൈൻമെന്റ് ക്വസ്റ്റ്യൻ ഇന്നലെ തന്നതിൽ ഇതുണ്ട്, അപ്പൊ അതിലേക്ക് ഒന്ന് വൃത്തിയായിട്ട് തന്നെ എഴുതിയിട്ട് വെക്കുക. അപ്പൊ ഒരു പ്രാവശ്യം വരച്ചു കഴിയുമ്പോൾ നിങ്ങൾ അതങ്ങ് പഠിച്ചോളൂ. ഓക്കെ, സോ നമുക്ക് സെക്കൻഡ് മോഡ്യൂള് ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. സെക്കൻഡ് മോഡ്യൂൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്ത മോഡ്യൂൾ